നമസ്കാരം. 1202 ചിങ്ങമാസം 1 മുതൽ 1202 കർക്കിടക മാസം 31 അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള ഒരു വർഷക്കാലം 12 മാസക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത്തം നക്ഷത്രക്കാർക്ക് വ്യാഴം 11ഉം 12ഉം ഭാവങ്ങളിലും, ശനി 7, 8 ഭാവത്തിലും, രാഹു 6, 5 ഭാവങ്ങളിലും സഞ്ചരിക്കുന്ന കാലമാണ്. ഇതുവരെ ഉണ്ടായിരുന്ന കർമ്മ തടസ്സങ്ങളൊക്കെ മാറി വരുമാനത്തിലെ വർധനവും സ്ഥാനക്കയറ്റവും ഒക്കെ പ്രതീക്ഷിക്കാം. സാമ്പത്തികമായിട്ടുള്ള പുരോഗതി, ദാമ്പത്യത്തിലെ അസ്വസ്ഥതകളൊക്കെ മാറി സന്തോഷവും സമാധാനവും ഒക്കെ കൈവരുന്നതാണ്. എങ്കിലും പൊതുവെ അത്തം നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യത്തിലും ഒരു പുറകോട്ട് പിൻവലിയുന്നൊരു സ്വഭാവമുണ്ട്. അതെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ തന്നെ കർമ്മ ഉത്സാഹരായിട്ട് പുതിയ നേട്ടങ്ങളോടുകൂടി പരിശ്രമത്തോടുകൂടി കർമ്മം ചെയ്യാനായിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ദോഷാനുഭവങ്ങളൊക്കെ കുറയുന്നതാണ്. കുടുംബത്തിലെ സമാധാനവും സന്തോഷമൊക്കെ കൈവരിക്കാൻ കഴിയും. ശത്രുവർദ്ധനയും നിങ്ങൾക്ക് അനുഭവിക്കാൻ യോഗം കാണുന്നുണ്ട്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വഹിക്കുന്നത് വളരെ നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയവും കുടുംബത്തിലെ മംഗളകർമ്മവും നടക്കാൻ യോഗം കാണുന്നു. സന്താന ഭാഗ്യം കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളുമുണ്ട്. ഭൂമി, വീട് ഇവ സ്വന്തമാകാനൊക്കെ യോഗം കാണുന്നുണ്ട്. കർമ്മരംഗത്തെ പല വെല്ലുവിളികളെയും നിങ്ങൾക്ക് നേരിട്ട് വിജയത്തിലെത്തിക്കാനായിട്ട് കഴിയുന്നതാണ്. ഉദ്യോഗസ്ഥരായ മേലധികാരികളുടെ അപ്രീതീകരണം, അതായത് അപ്രീതി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. തൊഴിൽ സ്ഥാനചലനം, തൊഴിലിൽ സ്ഥലം മാറ്റമോ സ്ഥാനചലനമോ ഒക്കെ പ്രതീക്ഷിക്കാം. സ്ഥാനഭ്രംശം വന്നു ഭവിക്കാനൊക്കെ യോഗം കാണുന്നുണ്ട്. ഒരു ജോലി വിട്ട് വേറൊരു ജോലിയിലേക്ക് കയറാനൊക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ഭവിക്കുന്നതാണ്. ദൂരദേശ യാത്രകൾ പലതും ധനനഷ്ടവും ക്ലേശകരവുമാകുന്നതാണ്. ഒരു കാര്യത്തിൽ ഉദ്ദേശിച്ച് ദൂരദേശ യാത്ര നടത്തിയാലും അന്യദേശ യാത്ര നടത്തിയാലും ചിലപ്പോൾ അത് നടക്കാത്ത കാര്യത്തിൽ തിരിച്ചു വരും. അതുകൊണ്ട് അത് ആലോചിച്ചതിന് ശേഷം മാത്രം യാത്രകൾ ആരംഭിക്കുന്നത് നന്നായിരിക്കും. ബന്ധുജനങ്ങളെ വിരോധികളാകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം. പുണ്യതീർത്ഥ യാത്രകളും മറ്റും ചെയ്യാൻ അവസരം വരുന്നുണ്ട്. ശത്രുശല്യം മൂലം മനോവിഷമം ഉണ്ടാക്കുന്നു. സ്വജന വിയോഗം മൂലം മനോദുഃഖത്തിലാവാം. ഗുരുജനാരിഷ്ടത, വസ്ത്രാഭരണ ലാഭം, ഊഹക്കച്ചവടത്തിൽ നേട്ടങ്ങൾ, ഇത് ഊഹക്കച്ചവടം ഇതുവരെ നഷ്ടത്തിലായിരുന്നതിന് നേട്ടത്തിലേക്ക് എത്തിക്കാനൊക്കെ വർഷാവസാനം കഴിയുന്നതാണ്. അതുപോലെ തന്നെ തൊഴിൽ സ്ഥാപനത്തിൽ അപകീർത്തി ഉണ്ടാക്കുന്ന വസ്തുതകളൊക്കെ വന്നു ചേരാം. കലാരംഗത്തുള്ളവർക്ക് ആദരവ്, പ്രശസ്തി ഇവയൊക്കെ കൈവരിക്കാൻ കഴിയുന്നതാണ്. പ്രണയകർത്താക്കളുടെ പ്രണയം വിവാഹത്തിൽ കലാശിക്കുന്നതാണ്. വർഷാവസാനത്തോടുകൂടി കൂടുതൽ ആഗ്രഹ സബലീകരണത്തിനായിട്ട്, ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായിട്ട് വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിന് വ്യാഴാഴ്ച നിങ്ങൾ ഭാഗ്യസൂക്തമോ അതുപോലെ തന്നെ പുഷ്പാഞ്ജലിയോ ഒക്കെ ചെയ്യുന്നതും, അതുപോലെ വിഷ്ണു സഹസ്രനാമം വീട്ടിലിരുന്ന് തന്നെ പാരായണം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുന്നതും, ഇല്ലെങ്കിൽ വെറുതെയാണെങ്കിൽ പോലും ക്ഷേത്ര ദർശനം നടത്തി വിധിയാവണ്ണം പറ്റുന്ന വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമായിരിക്കും.